വീഡിയോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് പഠിപ്പിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പഠിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എടുത്തിട്ടുണ്ട്. അതായത് a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0, അതുപോലെ a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0. 2 ലീനിയർ ഇക്വേഷൻസ് എടുത്തിട്ടുണ്ട്. അതിൽ എക്സ് കോഎഫിഷ്യൻസ് ആയ a1 ബൈ a2 കണ്ടുപിടിക്കണം, y കോഎഫിഷ്യൻസ് ആയിട്ട് b1 ബൈ b2 കണ്ടുപിടിക്കണം, അതുപോലെ c1 ബൈ c2 കണ്ടുപിടിക്കണം. ഇനി ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പഠിക്കാൻ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് ഈ രണ്ട് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടാവുന്നത്, അല്ല എങ്കിൽ ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ടാവുന്നത്, സൊല്യൂഷൻ ഇല്ലാത്തത്, ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്, ഈ 3 കണ്ടീഷൻസുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 ഇക്വേഷൻസിന് യുണീക്ക് സൊല്യൂഷൻ, അതായത് ഒരു ഒറ്റ സൊല്യൂഷന് എക്സിന് ഒരു വാല്യൂ വൈക്കും ഒരു വാല്യൂവേ ഉള്ളെങ്കിൽ അതിനെയാണ് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ a1 ബൈ a2, b1 ബൈ b2ഉം c1 ബൈ c2ഉം നോട്ട് ഈക്വൽ, ഈ 3 വാല്യൂസും ഈക്വൽ അല്ലാത്ത കണ്ടീഷനാണ് യുണീക്ക് സൊല്യൂഷൻ. അതുപോലെ a1 ബൈ a2ഉം b1 ബൈ b2ഉം c1 ബൈ c2 ഈ വാല്യൂസ് എല്ലാം ഈക്വൽ ആയാൽ ഈ 2 ലീനിയർ ഇക്വേഷൻസിനും ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ട്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ 2 ഇക്വേഷൻസിനും സൊല്യൂഷൻ ഇല്ലാത്ത കേസ്, അതായത് a1 ബൈ a2ഉം b1 ബൈ b2ഉം ഈക്വൽ ആണ്, പക്ഷേ അത് c1 ബൈ c2വിനോട് ഈക്വൽ അല്ല. ഈ 3 കണ്ടീഷൻസും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത് ചെയ്യുന്നത് എക്സസൈസ് 3.5 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്താണെന്ന് പഠിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് ലിനിയർ ഇക്വേഷൻസ് ഹാസ് യൂണീക്ക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ ഓർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. താഴെ ഒരു 4 സബ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓരോ സബ് ക്വസ്റ്റ്യനിലും ഒരു പെയർ ഓഫ് ലിനിയർ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതിനൊക്കെയാണ് നോ സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉള്ള കേസ് എന്ന് കണ്ടുപിടിക്കണം. ഇനി യുണീക്ക് സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ആ സൊല്യൂഷൻ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് മൈനസ് 3y മൈനസ് 3 ഇസ് ഈക്വൽ ടു 0, 3y മൈനസ് 3x മൈനസ് 9y മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനത്തെ ടൈപ്പാണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ യുണീക്ക് സൊല്യൂഷൻ ആണോ അതോ ഇതിന് സൊല്യൂഷൻ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടി a1 എന്താണ്, b1 എന്താണ്, c1 എന്താണെന്ന് ഈ ഫസ്റ്റ് വണ്ണിൽ നിന്ന് a1 b1 c1 എഴുതണം. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, സോ a1 1, b1 വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -3 ആണ്, അതുപോലെ c1 -3 ആണ്. ഇനി a2 എഴുതാം. a2 എഴുതാനായിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എടുക്കണം. അവിടുന്ന് a2 ഇസ് ഈക്വൽ ടു എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്, b2 എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻറ്റ് അതായത് -9 ആണ്, അതുപോലെ c2 കോൺസ്റ്റൻറ്റ് ടേം -2. ഇനി a1 ബൈ a2, b1 ബൈ b2, c1 ബൈ c2 ഇത് ചെക്ക് ചെയ്യണം. a1 ബൈ a2 എന്ന് പറഞ്ഞാൽ 1/3, b1 ബൈ b2, b1 -3 ബൈ b2 -9 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3, നെഗറ്റീവും പോയി പോസിറ്റീവ് ആകും. അപ്പോൾ ഇത് 1/3 കിട്ടി. c1 ബൈ c2, c1 -3, c2 -2. അപ്പോൾ a1 ബൈ a2 എന്ന് പറഞ്ഞാൽ 1/3 കിട്ടും. അതുപോലെ b1 ബൈ b2 ഷോർട്ടാക്കിയപ്പോൾ അതും 1/3 കിട്ടി. c1 ബൈ c2 നെഗറ്റീവ് പോയി പോസിറ്റീവ് ആകും, 3/2. ഇതിൽ a1 ബൈ a2യുടെ വാല്യൂവും b1 ബൈ b2യുടെ വാല്യൂവും 1/3 ആണ്. അതായത് a1 ബൈ a2ഉം b1 ബൈ b2ഉം ഈക്വൽ ആണ്, പക്ഷേ ഈ 2 വാല്യൂവും c1 ബൈ c2വിനോട് ഈക്വൽ അല്ല. ഇത് 1/3, ഇതും 1/3, ഇത് 3/2 ആണ്. ഈ 2 വാല്യൂസാണ് നമുക്ക് ഈക്വലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ വാല്യൂ ഈക്വൽ അല്ല. ഇതെന്തിൻ്റെ കണ്ടീഷനാണ്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇങ്ങനെ വന്നാൽ
ഈ ഒരു ലീനിയർ പെയർ ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല. ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ല എങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത സബ് ക്വസ്റ്റ്യൻ 2. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒരു വ്യത്യാസം എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്താണ് കോൺസ്റ്റൻറ്റ് ടേം 5 ഉള്ളത്. അതുപോലെ തന്നെ ഇതിലും ഈക്വൽ ടുവിൻ്റെ അപ്പുറത്താണ് കോൺസ്റ്റൻറ്റ് ടേം ഉള്ളത്. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ കോൺസ്റ്റൻറ്റ് ടേമിനെ ഇങ്ങോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം ഈ ക്വസ്റ്റ്യൻ. അതായത് 2x + y ഇങ്ങോട്ട് വരുമ്പോൾ -5 ആകും, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് 0. അതുപോലെ 3x + 2y 8 ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആകും, 0. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമുക്ക് a1 എന്താണ്, എത്രയാണ്, b1 എല്ലാം എഴുതാം. ഇതിൽ a1 2, b1 1, c1 -5 കിട്ടി. അതുപോലെ a2 3, b2 2, c2 -8. ഇനി ഇങ്ങനെ എഴുതിയില്ല എങ്കിൽ c1 c2 നിങ്ങൾക്ക് വേണമെങ്കിൽ +5 എന്ന് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ വന്നാലും c1/c2 എഴുതുമ്പോൾ -5/8 എന്ന് എഴുതിയാലും +5/8 എന്ന് എഴുതിയാലും സെയിം ആൻസർ ആയിരിക്കും. -5/8 എന്ന് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി a1/a2 ചെക്ക് ചെയ്യാം. അതുപോലെ b1/b2, അതുപോലെ c1/c2 ചെക്ക് ചെയ്യാം. a1/a2 2/3 വരും, b1/b2 1/2 വരും, c1/c2 -5/8. നെഗറ്റീവും ക്യാൻസലായി. അതായത് c1/c2 +5/8. ഇനി ഈ കേസിൽ a1/a2യുടെ വാല്യൂ 2/3, b1/b2യുടെ വാല്യൂ 1/2, c1/c2ൻ്റെ വാല്യൂ 5/8. അതായത് ഒരു വാല്യൂസും തമ്മിൽ ഈക്വൽ അല്ല. ഇങ്ങനെ വന്നാൽ ഈ ലീനിയർ പെയർ ഓഫ് ഇക്വേഷന് യുണീക്ക് സൊല്യൂഷൻ ആണ്. ഇറ്റ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി, അത് യുണീക്കാണ്. ഒറ്റ വാല്യൂ ഉള്ള എക്സിനും വൈക്കും. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് വേണം ആ വാല്യൂസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇനി എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ അതവിടെ നിൽക്കട്ടെ. ജനറൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് ഞാനിത് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായി a1x + b1y + c1 = 0 ജനറൽ ഇക്വേഷൻ ഓഫ് എ ലീനിയർ പെയർ ഇക്വേഷൻ ജനറൽ ഫോർമാറ്റ് ആണ്. അതുപോലെ തന്നെ a2x + b2y + c2 = 0. ഇനി ആദ്യം നിങ്ങൾ എഴുതേണ്ടത് b1ഉം b2 ഇവിടെ എഴുതുക. അതുപോലെ തന്നെ ലാസ്റ്റും b1 b2 രണ്ടാൾക്കാരും കൂടെ വരും. അതിൽ അടുത്തത് a1 അല്ല c1ഉം c2, അതിനുശേഷം a1ഉം a2. ഈ ഒരു ഫോർമാറ്റ് ഓർത്ത് വെക്കുക. ഇനി ഇവരുടെ രണ്ടുപേരുടെ നടുക്കായിട്ട് x വേരിയബിൾ എഴുതുക, ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ട് y വേരിയബിൾ എഴുതുക, ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ട് 1 എഴുതുക. ഈ 1 എഴുതുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ ആദ്യം തന്നിട്ടുണ്ടായിരുന്നത് 5 കോൺസ്റ്റൻ്റ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തായിരുന്നു, റൈറ്റ് സൈഡിലായിരുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു കോൺസ്റ്റൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് ഒരു ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ 0 ആക്കിയതിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിലാണ് നമ്മളിവിടെ 1 ഇടുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ്റെ പ്രത്യേകം ചേഞ്ച് ഒന്നും വരുത്താതെ ഇങ്ങനെ തന്നെ ഇടാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ ഇടേണ്ടത് -1. അതായത് ഇങ്ങനെ ചേഞ്ച് വരുത്തണ്ട. c1നും c2വിനും +5 8 എന്ന് കൊടുക്കാനാണെങ്കിൽ ഇവിടെ -1 വരും. അതാണ് ഇതിൻ്റെ ആകെയുള്ളൊരു വ്യത്യാസം. ഞാനിവിടെ റീഅറേഞ്ച് ചെയ്തത് കൊണ്ട് 1 എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് x = y = and 1 = എന്ന് എഴുതണം. ഈ x, y and 1 ആണ് ഒരു ന്യൂമറേറ്ററാണ്, ഫ്രാക്ഷൻസിൻ്റെ ന്യൂമറേറ്ററാണ് എക്സും വൈയും 1. ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ വരിക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ടേം ഇൻറ്റു ദിസ് ടേം, അതായത് b1 c2 മൈനസ്, അതുപോലെ തന്നെ വൈയുടെ താഴെ c1 a2 മൈനസ് 1ൻ്റെ താഴെ
A1 B2. അടുത്തത് ഇതാണ് B2 C1. അതുപോലെ ഇവിടെ C2 A1. അതുപോലെ ഇവിടെ മൈനസ് A2 B1. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഈ സെയിം തന്നെ ഈ എക്സാമ്പിളിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ B1ന് പകരം നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഞാൻ മായ്ക്കുവാണ്. ഈ കേസിൽ B1 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ B1ന് പകരം വരുന്നത് 1. B2ൻ്റെ വാല്യൂ 2. C1 എടുക്കുമ്പോൾ -5 ആണ് കേട്ടോ. ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ രണ്ടിടത്തും നെഗറ്റീവ് വാല്യൂസ് വരും. ഇവിടെ നെഗറ്റീവ് വാല്യൂസ് അല്ല, ഞാനിവിടെ അറേഞ്ച്മെൻറ്റ് റീഅറേഞ്ച് ചെയ്യാതെ 5 എന്ന് തന്നെയാണ് എഴുതുന്നതെങ്കിൽ, ഇവിടെ 8 എന്ന് തന്നെയാണ് C2 എഴുതുന്നതെങ്കിൽ -1 വേണം ഇവിടെ ഇടാൻ. അതാണ് ആകെയുള്ളൊരു വ്യത്യാസം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. -5 ആണ് C1. അതുപോലെ C2 -8. A1ൻ്റെ വാല്യൂ 2, A2ൻ്റെ വാല്യൂ 3. B1ൻ്റെ വാല്യൂ തന്നെ 1 വരും, B2ൻ്റെ വാല്യൂ 2 വരും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇനി ഡിനോമിനേറ്ററിൽ ഇങ്ങനെ വേണം ക്രോസ് മൾട്ടിപ്ലൈ. 1 × 8, 1 × -8 -8 മൈനസ് 2 × 5 10, 2 × -5 -10. അതുപോലെ -5 × 3 -15 മൈനസ് ഇങ്ങനെ -8 × 2 -16. ഇവിടെ 2 × 2 4 മൈനസ് 3 × 1 3. ഇനി ഇത് സോൾവ് ഔട്ട് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, ഇവിടെയും മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ x/-8 + 10 2, y/-15 + 16 1. അതുപോലെ 1/4 - 3 1. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാനിത് കുറച്ച് മേളിലോട്ട് കയറ്റി എഴുതുവാണ്. അപ്പോൾ x/2 is equal to y/1 എന്ന് പറഞ്ഞാൽ y തന്നെ, is equal to 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഇനി എക്സിൻ്റെ വാല്യൂ ഈ 1നോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ y വാല്യൂവും ഈ 1നോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുന്ന് എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 × 1, y വാല്യൂ 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 × 1 2, y വാല്യൂ 1. കണ്ടോ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വേരിയബിൾ എക്സ് പാർട്ടും ഈ കോൺസ്റ്റൻറ്റ് ടേമിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അവിടെ നിന്ന് എക്സ് വാല്യൂ കണ്ടുപിടിക്കാം. അതുപോലെ y പാർട്ടും ഈ കോൺസ്റ്റൻറ്റ് ടേമിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ 3x - 5y = 20 ആണ്. അപ്പോൾ ഞാനിതിനെ റീഅറേഞ്ച് ചെയ്യുവാണ്. 3x - 5y - 20 = 0. അതുപോലെ 6x - 10y - 40 = 0 എന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി ഇവിടുന്ന് A1 B1 C1, A1 B1 C1, അതുപോലെ A2 B2 C2 ഒക്കെ എഴുതാം. അപ്പോൾ A1 3, B1 -5, C1 -20, അതുപോലെ A2 6, B2 -10, C2 -40. ഇത്ര നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ A1/A2 3/6, B1/B2 -5/10, C1/C2 -20/40. ഇനി 3/6 ഞാൻ കട്ട് ചെയ്ത് 1/2 എന്ന് എഴുതിയിട്ടുണ്ട്. B1/B2നെയും 5/10 നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവായി, അതുപോലെ 1/2 ആയി. C1/C2 ഇതുപോലെ 1/2 ആയി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് A1/A2ഉം B1/B2ഉം C1/C2 എല്ലാം 1/2 ഈക്വൽ ആയിട്ട് കിട്ടിയ ഫ്രാക്ഷൻ. അതായത് A1/A2 = B1/B2 = C1/C2. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എക്സിനും വൈക്കും, അതല്ലെങ്കിൽ ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ട്.
എക്സിന് തന്നെ ഒത്തിരി സൊല്യൂഷൻ ഉണ്ട്, വൈക്കും ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ട്. അതായത് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വന്നാലും നമുക്ക് ഒരു മെത്തേഡും ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല എക്സിൻ്റെയും വൈയുടെയും വാല്യൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടിയാലും നമുക്ക് ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെങ്കിലും എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണെങ്കിലും യൂസ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 3y മൈനസ് 7 ഇസ് ഈക്വൽ ടു 0, 3x മൈനസ് 3y മൈനസ് 15 ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നോക്കിക്കുക, റൈറ്റ് സൈഡിൽ 0 ആണ്, കോൺസ്റ്റന്റ് ഓൾറെഡി ലെഫ്റ്റ് സൈഡിലുണ്ട്, ഇവിടെ അതുപോലെ തന്നെ. അപ്പോൾ നമുക്കിത് റീ അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി A1 B1 C1 അതുപോലെ A2 B2 C2 ഒക്കെ എഴുതിയിട്ടുണ്ട്. A1/A2 എടുത്തപ്പോൾ 1/3, അതുപോലെ B1/B2 -3/-3, അതായത് 1. C1/C2 -7/-15, 7/15. ഇവിടെ നിന്ന് ഇത് 1/3 കിട്ടും, ഇത് 1 കിട്ടും, ഇത് -7/-15. എല്ലാ വാല്യൂസും അൺഈക്വൽ ആണ്. അതായത് A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. ഇങ്ങനെ കണ്ടീഷൻ വന്നാൽ ഇത് യുണീക്ക് സൊല്യൂഷനാണ്. ഇതിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, എക്സിനും വൈക്കും ഒരു സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കണ്ടുപിടിക്കാൻ ആദ്യം B1 B2 എഴുതുക, അതിനുശേഷം C1 C2, അതിനുശേഷം A1 A2, അതിനുശേഷം വീണ്ടും B1 B2 എഴുതുക. ഇവിടെ എക്സ്, ഇവിടെ വൈ, ഇവിടെ 1. റൈറ്റ് സൈഡിൽ രണ്ടിടത്തും 0 ആയത് കാരണം ഇവിടെ 1 ഇട്ടു. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ B1ന് പകരം B1 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ -3, B2വിന് പകരം എഴുതുമ്പോഴത്തേക്ക് -3, B2 -3 ആണ്. C1 വാല്യൂ -7, C2 വാല്യൂ -15, A1 1, A2 3, B1 -3, അതുപോലെ B2വും -3. ഇനി x ഡിവൈഡഡ് ബൈ -3 ഇൻറ്റു -15, 45 വരും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, മൈനസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 7 ഇൻറ്റു 3 21 is equal to y divided by negative into positive, negative, 7 3s are 21, minus negative into positive, negative, 15 into 1 15 is equal to 1 by 1 into -3 -3 is equal minus 3 into -3 -9. അതുപോലെ അപ്പോൾ x/45 - 21 24, 45 - 21 24, y/-21 minus of minus പ്ലസ് ആകും. സോ -21 + 15 -6, -3 minus of minus becomes positive. So 1/-3, 1/-3 plus 9 1/3 ഇത്രയും വന്നു. ഇനിയിപ്പോൾ ഇതാ 3 ഫ്രാക്ഷൻസ് കിട്ടി. ഞാൻ പറഞ്ഞതുപോലെ എക്സ് വാല്യൂവും ഈ കോൺസ്റ്റൻറ്റുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ x/24 is equal to 1/3. അതുപോലെ y പാർട്ടും ഈ നമ്പറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ y/-7 is equal to 1/3. ഇനി ഇവിടെ നിന്ന് എക്സ് വാല്യൂ കണ്ടുപിടിക്കണം, y വാല്യൂവും കണ്ടുപിടിക്കണം. ഞാൻ മുകളിൽ എഴുതാവേ. ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിരുന്നു. ഞാനിവിടെ -3 + 9 3 എന്നാണ് എഴുതിയത്, 6 ആണ്, മാറിപ്പോയത്. അപ്പോൾ എടുത്ത് എഴുതുമ്പോൾ x/24 is equal to 1/3 അല്ല 1/6 ആണ്. 1/6 അവിടുന്ന് x is equal to ഈ 24നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 24/6 ആവും. അതായത് 4 കിട്ടും ആൻസർ. എക്സ് വാല്യൂ കിട്ടുന്നത് 4. y വാല്യൂ കണ്ടുപിടിക്കാൻ y/-6 is equal to 1/6 എന്നാണ്. ഈ 6നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ y is equal to -6/6, അതായത് -1 കിട്ടും. അപ്പോൾ എക്സ് വാല്യൂ 4ഉം y വാല്യൂ -1. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.